ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹലോ, ശരി സാർ, ഇൻഫോം ചെയ്യും സാർ. ഉണ്ട് സാർ, വിളിച്ചിട്ടുണ്ട്. ശരി സാർ, ഓക്കെ സാർ. ഇയാളാണ് ആദ്യമായി ബോഡി കണ്ടത്. സ്റ്റേറ്റ്മെന്റ് എടുക്കണം, വിശദമായി തന്നെ. പേടിക്കൊന്നും വേണ്ട, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ശരി സാർ. പത്രക്കാരോട് തൽക്കാലം ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. നമ്മളെ കോട്ട് ചെയ്ത് അവരെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ശരി സാർ. എങ്ങനെയായിരിക്കും എസ് ഐ റൂബി മരിച്ചത്? ആത്മഹത്യയായിരിക്കുമോ കൊലപാതകമായിരിക്കും? പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഫോറൻസിക്കാർക്ക് സ്പോട്ടിൽ നിന്നും കൂടുതലൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഒരു ഫൈനൽ തീരുമാനത്തിൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് വാസ്തവം. അറിഞ്ഞോ? എന്ത്? ആത്മഹത്യയാണെന്നും കൊന്നതാണെന്നും ഒക്കെ റൂമേഴ്സ് പരക്കുന്നുണ്ട്. നിനക്കറിയാമായിരിക്കല്ലോ സത്യം. റൂബിക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല. ഞാൻ എപ്പോഴറിയുന്നു? എന്റെ ശാപം ഫലിക്കാൻ തുടങ്ങി. എന്നെ ഉപദ്രവിച്ച് ഓരോരുത്തരെയായിട്ട് ദൈവം ശിക്ഷിക്കാനും തുടങ്ങി. റൂബി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനുള്ള സാഹചര്യം എന്തായാലും അവൾക്കില്ല. പിന്നെയുള്ളത് ഒരു കൊലപാതക സാധ്യതയാണ്. ഒരു പോലീസ് ഓഫീസറെ കൊല്ലാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമോ? റൂബി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനുള്ള സാഹചര്യം എന്തായാലും അവൾക്കില്ല. പിന്നെയുള്ളത് ഒരു കൊലപാതക സാധ്യതയാണ്. ഒരു പോലീസ് ഓഫീസറെ കൊല്ലാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമോ? കൊടും പകയായിപ്പോ മനുഷ്യർക്ക്. അത് വന്നു കഴിഞ്ഞാൽ പോലീസാണോ പട്ടാളമാണോ എന്നൊന്നും ആരും നോക്കില്ല. എന്താടി തലക്കടി ഏറ്റതുപോലെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല, ഒന്നും പറയാനില്ല. റൂബി, അവള് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടപ്പോ ഞാനും ആദ്യം വിശ്വസിച്ചൊന്നുമില്ല. ഇതൊരു സാധാരണ മരണമല്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിച്ചത് അവരെല്ലാം തൂങ്ങാൻ പോവാ. അതിലൊരാള് നീ ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം റൂബി, അടുത്തതേ നീയാ. എന്നെ നീ പറ്റിക്കായിരുന്നു അല്ലടി. കൂട്ടുകാരി എന്ന വാക്കിന്റെ അർത്ഥം നീ ആദ്യം പോയി പഠിക്കും. മേലാൽ നീ എന്നെ ഇനി വിളിക്കരുത്.
இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.